ഇന്ന് നമുക്കൊരു പീര പറ്റിക്കാം. അതായത് മത്തിപ്പീര. നല്ല ചെറിയ മത്തി കിട്ടിയപ്പം അതുകൊണ്ട് പീര പറ്റിച്ചാലോ എന്ന് തോന്നി. ജോലി ചെയ്യാൻ മടിയുള്ളവർക്ക്, കറിയൊക്കെ വയ്ക്കാൻ മടിയുള്ളവർക്ക് പറ്റിയൊരു പാചകമാണ്. വെട്ടി വൃത്തിയാക്കിയ മത്തി എടുക്കുക. അത് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഒരു ചട്ടിയിലേക്ക് എടുത്തിടുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. പെട്ടെന്ന് ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ജോലി തീരും. മത്തി വെട്ടിയെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്കൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ പിന്നെയും ഇടാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അതൊക്കെ ഇങ്ങനെ യഥാക്രമം ഒരു 100 ഗ്രാമോളം വരുന്ന രീതിയിലിടുക. ഒരു അരമുറി തേങ്ങ അതും അതിനകത്തേക്ക് ചിരണ്ടിയിടുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഇപ്പോൾ ചേർത്ത് ഉപ്പുപൊടിയാണ്, ഉപ്പുപൊടി ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർത്താലും നല്ലതാണ്. വേറെ ഒന്നും നമ്മൾ മുളക് പൊടിയൊന്നും ഇതിന് ചേർക്കുന്നില്ല. അതിലേക്ക് തോട്ടുപുളി എന്ന് പറയുന്നെങ്കിലും പുളി. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില പിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല പൊത്തി വെച്ചിട്ട് മൂടി ചെറിയ തീയിൽ വെച്ച് ഇച്ചിരി കൂടെ മഞ്ഞളിട്ട് കൊടുത്തതാണ്. കാരണം ഇട്ട് കലക്കിയെടുത്തപ്പോൾ പോരാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഇച്ചിരി കൂടെ ഇട്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പൊത്തി വെച്ചിട്ടൊരു മൂടിയൂടെ വെച്ച് വളരെ ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് അതിനകത്ത് വയ്ക്കുക. അതെ, പെട്ടെന്ന് പാചകം തീർന്നു, യഥാർത്ഥത്തിൽ വെന്തു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ തവിയിട്ട് പതുക്കെ ഒന്ന് അനക്കി കൊടുക്കത്തേ ഉള്ളിട്ട് ചിക്കരുത്. നേരത്തെ ചെയ്ത പോലെ ചിക്കത്തില്ല. അതിൻ്റെ അടിയിൽ പിടിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചകഞ്ഞ് നോക്കും. അത്രയേ ഉള്ളൂ. അടിയിൽ പിടിച്ചിട്ടില്ല. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് അനക്കിയിട്ട് അതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ തൂവിക്കൊടുക്കും. ഇത്രയേ ഉള്ളൂ സംഗതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. താങ്ക് യു.